Welcome to Indian Traditional Art From's YouTube channel. മലയാള മണ്ണിൽ നിന്നും മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള പഴമയുടെ തനത് കലാരൂപങ്ങളെ കണ്ടെത്തി അവയുടെ ക്ലാവും തുരുമ്പും കളഞ്ഞ് അല്പം ഹാസ്യത്തിൽ പൊതിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ വില കൂടിയ രംഗസജ്ജീകരണത്തിനോ ദീപ സംവിധാനത്തിനോ യാതൊരു പ്രാധാന്യവും നൽകിയിട്ടില്ല. ആയതിനാൽ ഒരു പ്രൊഫഷണൽ നാടകമോ മറ്റാധുനിക കലാരൂപങ്ങളോ കാണുന്ന ലാഘവത്തോടുകൂടി ഞങ്ങളുടെ ഈ പരിപാടിയെ കാണുകയോ വിലയിരുത്തുകയോ അരുത്. പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ നിശബ്ദസുന്ദരമായ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് അനിവാര്യമാണ്. എങ്കിലും ഈ പരിപാടിയിലെ പല കഥാപാത്രങ്ങളും നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉചിതമായ മറുപടി വിളിച്ചു പറയാം. പക്ഷേ അതൊരു ബഹളമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം, അതാണ് ഞങ്ങളുടെ പരിപാടിയുടെ വിജയവും പ്രോത്സാഹനവും. നിങ്ങളേവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ അവതരിപ്പിക്കട്ടെ തെയ്യം തിറയാടൽ കാക്കാരശ്ശി നാടകം. മലകളും പുഴകളും പുഞ്ചപ്പാടങ്ങളും നിറഞ്ഞ ആ പഴയ കേരളം, ചിങ്ങവും മകരവും പിറന്നാൽ പൊന്നലിനെ വരവേൽക്കാൻ അടിയാളന്റെ കുടിലിൽ ഉത്സവത്തിമിർപ്പായി. തേച്ചുമിനുക്കിയ അരിവാളും കയ്യിലേന്തി ചെറുമിക്കിടാങ്ങൾ വരിവരിയായി നിരനിരയായി പാടവരമ്പത്തേക്ക് പോകുന്ന ആ പഴയ കേരളം. എല്ലാ നാടോടി കലാരൂപങ്ങൾക്കും എന്ന പോലെ കാക്കാരശ്ശി നാടകത്തിനും ഒരു ഐതിഹ്യമുണ്ട്. ദുഷ്ടനിഗ്രഹാർത്ഥം ശ്രീ പരമശിവൻ കാക്കാലനായും പാർവതി ഗംഗമാർ കാക്കാത്തിമാരുമായി ഭൂമിയിൽ അവതരിച്ചു എന്നാണ് ഐതിഹ്യം. അങ്ങനെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ കയറി ഇറങ്ങി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ശിഷ്ടന്മാരെ രക്ഷിക്കുന്നതുമാണ് ഇതിലെ ഇതിവൃത്തം.
സർവദുരിതാന്തകൻ ശ്രീ പരമേശ്വരൻ പർവതപുത്രിയാം കാന്തയോടൊന്നിച്ച് ആനന്ദ താണ്ഡവ നൃത്യാദിലോലരായി മേവുന്നിതേ കൈലാസഗിരിതലേ. ദേവി, നമുക്കൊരിക്കൽ കൂടി മനുഷ്യരായി ഭൂമിയിൽ അവതരിക്കേണ്ടിയിരിക്കുന്നു. ഭൂലോകത്ത് ദിവസേന ദുഷ്ടന്മാർ പെരുകി വരുന്നു. കേൾക്കനല്ലേ നക്കും പിണഞ്ഞതല്ലേ ചൊൽക വില്ലാളിയല്ലേ പാത്തൻ എന്നായകി വില്ലാളിയല്ലേ പാത്തൻ. സത്യ പാതിവൃത്യ സാധുവേ എന്നായകി പാതിവൃത്യ സാധുവേ. അല്ലയോ നാഥ, ആ കേൾക്കുന്ന ശബ്ദം എന്താണ്? വീണാനാദം പോലെയാണല്ലോ കേൾക്കുന്നത്. അതേ ദേവി, ആ നാരദ മഹർഷിയുടെ വരവാണ്. എന്തോ കലഹത്തിനുള്ള വരവായിരിക്കും. കൈലാസവാസ കരുണൈ വിലാസ ശംഭോ അംബികനാഥ ശിവശങ്കര ചന്ദ്രകലാധരനെ ഫണികങ്കണ ഗംഗജടാധരനെ മണിമംഗളദായക സുന്ദരനെ വന്ദേ കനിവിൻ നിലയാണ്ടവനെ. കൈലാസവാസ കരുണൈ വിലാസ ശംഭോ അംബികനാഥ. നാരായണ നാരായണ. നാരദരെ, മംഗളം ഭവിക്കട്ടെ. നാരായണ നാരായണ. സകല ചരാചരങ്ങൾക്കും വിശേഷിച്ച് അസുരന്മാർക്കും പക്ഷഭേദം എന്നേ രക്ഷശിക്ഷ നൽകിപ്പോരുന്ന അല്ലയോ കാരുണ്യമൂർത്തി, അവിടുത്തെ പാതാരവൃന്ദങ്ങളിൽ നാരദനിതാ നമസ്കരിക്കുന്നു. നാരദരെ, മംഗളം ഭവിക്കട്ടെ. അവിടുത്തെ ആഗമനം ദ്വാരകയിൽ നിന്നാണെന്ന് വരികിൽ ഇത് കേട്ടുകൊണ്ടാലും. യദുപതിവരന മധുരികുമാധവൻ സുഖമായി വാഴുന്നു. സഹപതി തനയനും വിജയനു അതുപോൽ മോദമുടേകുന്നു. ഗോകുലവാസികളേവർക്കും ദ്വാരകാപാലനുമേ സുഖമേ. ഈശാപാത്തനും സഹജന്മാർക്കും കാനനവാസമീതേ. എന്ത്? പാണ്ഡവർക്ക് വനവാസമെന്നോ? നാരായണ നാരായണ. അതേ ഭഗവാനെ, ആ പാലാടിയിൽ വാടുന്ന അനന്തശയനായ പുരുഷോത്തമന്റെ കാരുണ്യ കടാക്ഷത്താൽ വനവാസമാണെങ്കിലും അവരെല്ലാം സുഖമായി തന്നെ കഴിയുന്നു. നാരദരെ പറയലോകവിശേഷമല്ല ഘോരമാകും വിപത്തിൽ നാരണരും പെട്ടിരുന്നു. ജനഗതിയിൽ ചിത്ത കുറഞ്ഞു ഭൂമോ കപ്പമയ രോഗവാർത്ത കേട്ടാലും മാറവരി സന്തതമുറയ്ക്ക മുനേ വന്ന മൊഴി കേട്ടിടുവാൻ ഇന്നിനും വേണ്ടതൊക്കെ ചൊല്ലിടേണം മോദത്താലെ. സാധുവാകും ജനതയ്ക്കാധാരമാരുമില്ലേ ഈശാജനത്തിനു ശക്തി ഈശാപരമേറ്റിടണേ. നാരദരെ, ഇതിന് ഞങ്ങൾ എന്താണ് വേണ്ടത്? നാരായണ നാരായണ. ഭഗവാനെ, നിങ്ങൾ ഇരുവരും കാക്കാർകുലം കൈക്കൊണ്ട് ഭൂലോകം ചുറ്റി സഞ്ചരിച്ച് അവിടെ നടക്കുന്ന കൊള്ളയും കൊലയും നേരിൽ കാണണം. കള്ളന്മാരെയും ദുഷ്ടന്മാരെയും അമർച്ചു വരുത്തി ലോകത്തെ രക്ഷിക്കാൻ
അവിടത്തേക്ക് മാത്രമേ കഴിയൂ. നാരായണ. നാരദരെ, ഞങ്ങൾ ഇരുവരും മാത്രമല്ല, ഒപ്പം ഗംഗാദേവിയും ഉണ്ടാകും. ഞങ്ങൾ മൂവരും ഉടൻ തന്നെ കാക്കാർകുലം കൈക്കൊണ്ട് ഭൂമിയിലേക്ക് പോവുകയാണ്. നാരായണ നാരായണ, എല്ലാം മംഗളമായി തീരട്ടെ. ഈ വാർത്ത അറിയുന്ന ഭൂലോകർ ഇതൊരു ഉത്സവം പോലെ കൊണ്ടാടട്ടെ. നിത്യാനും നിത്യകർമ്മങ്ങൾക്കും സമയമായതിനാൽ അടിയൻ വിടകൊള്ളുന്നു. നാരായണ നാരായണ. മാതാപിതാ ഹരിവന്ന ഹരിമാധവാർമണിവന്ന മാതാപിതാ ഹരിവന്ന ഹരിമാധവാർമണിവന്ന. Thanks for watching. Please keep watching and also like, share and subscribe.